ഇനി അടുത്തത് നമുക്ക് പേജ് നമ്പർ 22 കുറച്ച് പ്രോബ്ലംസ് നോക്കാം. അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? Is 101 a term of arithmetic sequence 13, 24, 35? What about 1001? അതായത് 101 ഈ സീക്വൻസിലെ ഒരു ടേം ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഇപ്പൊ ചെയ്തതുപോലെ തന്നെ ഒരു സീക്വൻസ് തന്നിട്ടുണ്ട് 13, 24, 35 etc. ഇതില് 101 ടേം ആണോ? ആണെങ്കിൽ എത്രാമത്തെ ടേം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്ക് എന്തായാലും എന്ത് വേണം? ഫസ്റ്റ് കോമൺ ഡിഫറൻസ് വേണം. അപ്പൊ നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. 24 മൈനസ് 13 എത്രയാണ്? 11. ഇനി നമ്മൾ 101 ഇതിന്റെ ടേം ആണോ എന്ന് നോക്കാം. അപ്പൊ നമുക്കറിയാം ഫസ്റ്റ് ടേം എത്രയാണ്? ഫസ്റ്റ് ടേം 13. ഇനി 13ന്ന് 101 വരെ എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അതിന്റെ ഡിഫറൻസ് നോക്കാം. അപ്പൊ 101 മൈനസ് 13 എത്ര കിട്ടും? 88 കിട്ടും. ഈ 88 11ന്റെ എക്സാക്ട് ഡിവിഷൻ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അതിനായി നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. 88 ഡിവൈഡ് ബൈ 11 1 ടൈം 8 ടൈം. അതെ, എക്സാക്ട് ഡിവിഷൻ ആണ്, റിമൈൻഡർ ഒന്നും ഇല്ല. അപ്പൊ നമുക്ക് പറയാം എന്താണ്? ഈ 101 എന്തിലെ ടേം ആണ്? ഈ സീക്വൻസിലെ ഒരു നമ്പർ ആണ്. ഇനി അത് എത്രാമത്തെ ടേം ആണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതിന്റെ പൊസിഷൻ നമുക്ക് കണ്ടുപിടിക്കാം. 8 കോമൺ ഡിഫറൻസ് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? 101 കിട്ടിയത് അല്ലെ? അപ്പൊ അതിന്റെ പൊസിഷൻ എന്ന് പറഞ്ഞെങ്കിൽ എത്രയാണ്? 8 പ്ലസ് 1 9. 9ാമത്തെ പൊസിഷനിലാണ് ഇത് നിൽക്കുന്നത്. അപ്പൊ ഇതിലെ 9th ടേം ആണ് 101. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. 1001 ഇതിന്റെ ടേം ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. 1001 ഇതിന്റെ ടേം ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നോക്കാം നമുക്ക്. അപ്പൊ ഇതിൽ നമുക്ക് ഇത് തമ്മിലുള്ള ഡിഫറൻസ് കാണാം. അപ്പൊ നമുക്ക് മൈനസ് ചെയ്തപ്പോൾ 988 കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ കോമൺ ഡിഫറൻസ് നമുക്കറിയാം, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാണ്? 11 ആണ് അല്ലെ? മൈനസ് ചെയ്തപ്പോൾ നമുക്ക് 11 കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് എന്ത് ചെയ്യാം? ഇത് ഈ 988 11ന്റെ ഡിവിഷൻ ആണോ എന്ന് നോക്കാം. എങ്ങനെ വേണമെങ്കിലും ഡിവൈഡ് ചെയ്യാം. 988 ഡിവൈഡ് ബൈ 11 ചെയ്യാം, ഇങ്ങനെയും ചെയ്യാം. അപ്പോ 98ൽ എത്ര ടൈംസ്? 8 ടൈംസ്. 8 11s 88 മൈനസ് ചെയ്യുമ്പോൾ 10 108. ഇതിൽ എത്ര ടൈംസ്? 9 ടൈം 99. എത്ര കിട്ടി? ഇവിടെ റിമൈൻഡർ വന്നു അല്ലെ? ഇത് നമുക്ക് ഇവിടെ റിമൈൻഡർ 0 കിട്ടിയിൽ ഇത് കട്ട് ചെയ്ത് പോണില്ല അല്ലെ? റിമൈൻഡർ വന്നത് കൊണ്ടിട്ട് നമുക്ക് എന്ത് പറയാം? ഇത് എക്സാക്ട് ഡിവിഷൻ അല്ല. അതുകൊണ്ടിട്ട് ഈ 1001 എന്ന് പറയുന്നത് ഈ സീക്വൻസിൽ ഒരു ടേമേ അല്ല. നമ്മളിത് ഡിവൈഡ് ചെയ്ത് ഇവിടെ റിമൈൻഡർ 0 തന്നെയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്തായിട്ട് പറയാൻ പറ്റുള്ളൂ? ഈ നമ്പർ, ഈ ഇവിടെ കിടക്കുന്ന നമ്പർ, നമുക്ക് കണ്ടുപിടിക്കാതെ തന്നേക്കുന്ന നമ്പർ ഇതിലൊരു സീക്വൻസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ ഡിവൈഡ് ചെയ്തപ്പോൾ റിമൈൻഡർ വന്ന സ്ഥിതിക്ക്, നേരത്തെ എല്ലാം ഡിവൈഡ് ചെയ്തപ്പോൾ എന്താണ്? റിമൈൻഡർ 0 ആണ് വന്നത്. ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ അറിയാം. ഇവിടെ ഡിവൈഡ് ചെയ്തപ്പോൾ റിമൈൻഡർ 9 വന്നത് കാരണം നമുക്ക് പറയാം എന്താണ്? ഈ നമ്പർ ഈ സീക്വൻസിലെ, ഈ സീരീസിലെ ഒരു നമ്പർ, ഒരു ടേം അല്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ടേബിൾ വന്നിട്ടുണ്ട്. അതിലുള്ള നമ്പേഴ്സ് ആ സീക്വൻസിൽ ഉള്ളതാണോ, നമ്മളിപ്പോ ചെയ്തതുപോലെ തന്നെ ആ സീക്വൻസിൽ ഉള്ളതാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പൊ ആദ്യത്തെ സീക്വൻസ് വന്നിട്ടുണ്ട് എത്രയാണ്? 11, 22, 33 അങ്ങനെ ഒരു സീക്വൻസ് വന്നിട്ടുണ്ട്.
അതിൽ രണ്ട് നമ്പേഴ്സ് വന്നിട്ടുണ്ട് 123. 123 ഈ സീക്വൻസിലെ നമ്പർ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. 123 ചെക്ക് ചെയ്യണം. 132 ചെക്ക് ചെയ്യാം. നോക്കാം നമുക്ക്. അപ്പൊ അതിനായി നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. കോമൺ ഡിഫറൻസ് എത്രയാണ്? 22 മൈനസ് 11 എത്രയാണ്? 11. ഇനി അടുത്തത് എന്താ ചെയ്യേണ്ടത്? നമ്മള് 11 നിന്ന് 123 വരെ എത്താനായിട്ട് എത്ര നമ്പേഴ്സ്? 123 മൈനസ് 11 എത്ര കിട്ടും? 112 കിട്ടും. ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഈ 112 എന്ന് പറയുന്നത് 11ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് നമുക്ക് നോക്കാം. 112 by 11 കട്ട് ചെയ്യുമ്പോൾ 11 1 11 കിട്ടി. പക്ഷെ ബാക്കി 2 റിമൈൻഡർ വന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഇത് നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോഴും നമുക്കറിയാം റിമൈൻഡർ 2 വന്നാൽ നമുക്ക് എന്താ പറയാം? ഇത് എക്സാക്ട് ഡിവിഷൻ അല്ല. അപ്പൊ 123 എന്തല്ല? ഇതിലെ നമ്പർ അല്ല. ഇനി അടുത്ത നമുക്ക് 132 ഇതിലെ നമ്പർ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പൊ കോമൺ ഡിഫറൻസ് 11 തന്നെയാണ്. 132 11 132 എത്താനായിട്ട് എത്ര വേണം? മൈനസ് ചെയ്യുമ്പോൾ 121 വേണം. ഇനി 121 ഇതിന്റെ ഡിവിഷൻ ആണോ? ആണ് എന്ന് നമുക്കറിയാം. 120 11 ആണെന്ന് നമുക്കറിയാം. നോക്കാം. 12 1 ടൈം ക്യാരി 1, 11 1 ടൈം 11 അല്ലെ? അപ്പൊ റിമൈൻഡർ ഒന്നുമില്ല. ഇത് എന്താണ്? എക്സാക്ട് ഡിവിഷൻ ആണ് അല്ലെ? എക്സാക്ട് ഡിവിഷൻ കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് പറയാം 132 എന്താണ്? ഇതിലെ ടേം ആണ്. ഇനി എത്രാമത്തെ ടേം ആണ്? 11 ഡിവിഷൻസ് ഉണ്ട്. അപ്പൊ എത്രാമത്തെ ടേം ആണെന്ന് അറിയാൻ 11 + 1 എത്രാമത്തെ ടേം ആണ്? 12ാമത്തെ ടേം ആണ് അല്ലെ? അടുത്തത് എന്താണ്? 12 23 34 അങ്ങനെ പോകുന്ന ഒരു ഡിവിഷൻ ആണ്. ഇതിൽ നമുക്ക് എന്താ അറിയേണ്ടത്? 100ഉം പിന്നെന്താ 1000ഉം. 100ഉം 1000ഉം ഇതിലെ നമ്പേഴ്സ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പൊ ആദ്യമേ തന്നെ കോമൺ ഡിഫറൻസ് നോക്കാം. 23 മൈനസ് 12 1 1 11 തന്നെ. നേരത്തെ പോലെ തന്നെ 11 തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഇത് നമുക്ക് എന്ത് ചെയ്യാം? മൈനസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ടേമോ നമുക്ക് കിട്ടണ ഫസ്റ്റ് ടേമോ കണ്ടുപിടിക്കാവുന്ന നമ്പേഴ്സും നമ്പർ ടേമും മൈനസ് ചെയ്യാം. അപ്പൊ 100 മൈനസ് 12 എത്രയാണ്? 88. നമ്മൾ നേരത്തെ അറിയാം 88. ഇനി 88 11ന്റെ ഡിവിഷൻ ആണോ നോക്കാം. ആണ് അല്ലെ? 11ന്റെ ഡിവിഷൻ ആണ്. അപ്പൊ എത്ര ഡിവിഷൻസ് ഉണ്ട്? 100 ടേമിൽ എത്താനായിട്ട് എത്ര ഡിവിഷൻസ് ഉണ്ട്? 8 ഡിവിഷൻസ് കഴിയണം. അപ്പൊ ഇത് എത്രാമത്തെ ടേം ആണ്? 9ാമത്തെ ടേം ആണ്. ഇനി 1000 ഇതിന്റെ നമ്പർ ആണോ നമുക്ക് നോക്കാം. 1000 മൈനസ് 12 എത്രയാണ്? 988. ഇനി 988 എത്ര ഡിവിഷൻസ് ഉണ്ട് നോക്കാം. 11ന്റെ 1 ടൈം 8 ടൈം 89ഉം പിന്നെ റിമൈൻഡർ 9 9 99 ആണ്. പക്ഷെ ഇവിടെ എത്രയുണ്ട്? 109 ഉണ്ട്. അപ്പൊ ബാക്കി എത്ര ഉണ്ട്? 9 റിമൈൻഡർ നമുക്കുണ്ട് അല്ലെ? ബാക്കി ശിഷ്ടം മിച്ചം വരുന്നത് എത്രയാണ്? 9 ഉണ്ട്. റിമൈൻഡർ ഉണ്ട്. റിമൈൻഡർ ഉള്ളത് കാരണം ഇത് എക്സാക്ട് ഡിവിഷൻ അല്ല. റിമൈൻഡർ 0 കിട്ടിയില്ല. അപ്പൊ നമുക്ക് എന്തല്ല? നമുക്ക് പറയാം ഈ 1000 എന്ന് പറയുന്നത് ഈ സീക്വൻസിലെ ഒരു നമ്പർ അല്ല, ഒരു ടേം അല്ല. അടുത്ത സീക്വൻസ് എന്താണ്? 21 32 43 ഇങ്ങനെ പോകുന്ന ഒരു സീക്വൻസ് ആണ്. ഇതിൽ നമുക്ക് എഗെയിൻ പിന്നെയും കണ്ടുപിടിക്കേണ്ടത് 100 ഇതിലെ ടേം ആണോ
1000 ഇതിലെ ടേം ആണോ എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നോക്കാം. അപ്പൊ കോമൺ ഡിഫറൻസ് 32 മൈനസ് 21 എത്ര കിട്ടും? പിന്നെയും 11 തന്നെ കിട്ടും അല്ലെ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? മൈനസ് ചെയ്ത് നോക്കാം. 100 മൈനസ് 21 എത്ര കിട്ടും? 79 കിട്ടും. 79 7ന്റെ മൾട്ടിപ്പിൾ ആണോ? അല്ല, മൾട്ടിപ്പിൾ അല്ല. അതുകൊണ്ടിട്ട് നമുക്ക് പറയാം 100 എന്തില്ല, ഇതിന്റെ ഡിവിഷൻ, ഇതിലുള്ള ഒരു ടേം അല്ല. ഇനി അടുത്തത് 1000 ഇതിന്റെ ടേം ആണോ നമുക്ക് നോക്കാം. അപ്പോ 1000 അതിനായിട്ട് എന്ത് ചെയ്യാം? 1000 മൈനസ് ഫസ്റ്റ് ടേം 21 979. ഇനി ഡിവൈഡ് ചെയ്ത് നോക്കാം. 979 ഡിവൈഡ് ബൈ 11 8 ടൈംസ് 9 മൈനസ് ചെയ്യുമ്പോൾ 9. ഇനി 9 ഇറക്കിടുമ്പോൾ 9 11s are 99. റിമൈൻഡർ 0 കിട്ടി. അപ്പൊ എന്താണത്? 89 എന്താണ് എക്സാക്ട് ഡിവിഷൻ നമുക്ക് കിട്ടി അല്ലെ? അപ്പൊ എത്ര ടൈംസ്? 89 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടണത്? 1000 കിട്ടണത്. അപ്പൊ ഈ 1000 എന്ന് പറയുന്നത് എത്രാമത്തെ ടേം ആണ്? 89 പ്ലസ് 1 90th ടേം ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതിലെന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? 3യും 4 അല്ലെ? 3യും 4ഉം ഇതിലെ നമ്പേഴ്സ് ആണോ, ഇതിലെ ടേം ആണോ എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിനായി നമുക്ക് എപ്പോഴും ചെയ്യുന്നത് പോലെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. 2/4 മൈനസ് 1/4. നമുക്ക് ഇത് രണ്ടും മൈനസ് ചെയ്യാം. മൈനസ് ചെയ്യുമ്പോൾ എന്താണ്? രണ്ടിന്റെയും ഡിനോമിനേറ്റർ സെയിം ആയ കാരണം നമുക്ക് 4 തന്നെയാണ്. ഇനി 2 മൈനസ് 1 1. അപ്പൊ കോമൺ ഡിഫറൻസ് എത്രയാണ്? 1/4 ആണ് അല്ലെ? ഇത് നമുക്ക് എന്താ ചെയ്യേണ്ടത്? 3ന്ന് ഫസ്റ്റ് ടേമിൽ നിന്ന് 3ലോട്ടുള്ള നമ്പേഴ്സ് കണ്ടുപിടിക്കാം അല്ലെ? അപ്പോഴ് ഇതിന്റെ രണ്ടിന്റെ ഡിഫറൻസ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ എങ്ങനെയാ ചെയ്യണത്? 3 മൈനസ് 1/4. അപ്പൊ ഇതെങ്ങനെ ചെയ്യും? 3 into 4 12. 12 minus 1 11. 11/4. അപ്പൊ 3 മൈനസ് 1/4 എത്രയാണ്? 11/4. മൈനസ് ചെയ്തപ്പോൾ നമുക്ക് 11/4 കിട്ടി. ഇനി അടുത്തത് നമ്മൾ എന്താ ചെയ്യാൻ പോണത്? 11/4 കോമൺ ഡിഫറൻസ് 1/4 ആണ്. 11/4ല് എത്ര 1/4 ഉണ്ടെന്ന് നമുക്ക് നോക്കാം. എത്ര ഡിവിഷൻസ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പൊ അതിനായിട്ട് 11/4 ഡിവൈഡഡ് ബൈ 1/4. ഇത് നമ്മൾ എങ്ങനെ ഡിവൈഡ് ചെയ്യും? ഡിവൈഡ് ചെയ്യൂല. അതിന് പകരം എന്തായാലും ഈ ഡിവൈഡിനെ ഇൻറ്റു ആക്കും. 11/4 ഇൻറ്റു ഡിവൈഡിനെ ഇൻറ്റു ആക്കുമ്പോൾ അടുത്ത ടേം എന്താവും? അടുത്ത ടേമിന്റെ റെസിപ്രോക്കൽ കാണണം, വിപരീത ഭിന്നം കാണണം. അപ്പൊ 1/4ന്റെ റെസിപ്രോക്കൽ എത്രയാണ്? 4/1. കട്ട് ചെയ്ത് പോയി. ബാക്കി എത്ര കിട്ടി? 11/1 വിച്ച് ഇസ് ഈക്വൽ ടു 11 അല്ലെ? കറക്റ്റ് എക്സാക്ട് ഡിവിഷൻ കിട്ടി. അപ്പൊ നമുക്ക് പറയാം എന്താണ്? 3 എന്ന് പറയണത് ഈ സീരീസിലെ ഒരു നമ്പർ ആണ് അല്ലെ? എത്ര ഡിവിഷൻസ് ഉണ്ട്? 11 ഡിവിഷൻ കഴിഞ്ഞ 12ാമത്തെ നമ്പർ ആണ് എന്ത്? 3 എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമുക്ക് 4 ഇതുപോലെ തന്നെ ഇതിലൊരു നമ്പർ ആണോ എന്ന് നമുക്ക് നോക്കാം. അപ്പൊ കോമൺ ഡിഫറൻസ് നമുക്കറിയാം 1/4 തന്നെയാണ്. ഇനി 4നും ഫസ്റ്റ് ടേമിനും ഇടയിലുള്ള ഡിഫറൻസ് കാണാം. 4 മൈനസ് 1/4 നോക്കാം. 4 into 4 16. 16 minus 1 15. 15/4 കിട്ടും അല്ലെ? എത്രയാണ്? 15/4 കിട്ടും. ഇനി അടുത്തത് 15/4 ഡിവൈഡഡ് ബൈ 1/4 ചെയ്ത് നോക്കാം. ചെയ്യുമ്പോൾ 15/4 ഡിവൈഡിനെ ഇൻറ്റു ആക്കി. ഇൻറ്റു ആക്കുമ്പോൾ ഇതിന്റെ റെസിപ്രോക്കൽ കണ്ടു. 4/1. 4 കട്ട് ചെയ്തു. ബാക്കി എത്ര ഉണ്ട്? 15 അല്ലെ? അപ്പൊ ഇതിൽ എന്താണ്? ഇതും എന്താണ്? 4ഉം ഇതിന്റെ എക്സാക്ട് ഡിവിഷൻ തന്നെയാണ്.
15 ഇതിന്റെ എക്സാക്ട് ഡിവിഷൻ ആയിട്ട് കിട്ടി. അപ്പൊ നമുക്ക് 4ഉം ഇതിന്റെ എന്താണ് ഈ അരിത്തമാറ്റിക് സീക്വൻസിൽ ഒരു നമ്പർ തന്നെയാണ്. എത്രാമത്തെ നമ്പർ? 15 ഡിവിഷൻ കഴിഞ്ഞ് 16ാമത്തെ നമ്പർ ആണ് എന്ത്? 4 എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത സീക്വൻസ് നോക്കാം. 3/4, 1, 1/2, 2, 1/4. ഇതിൽ ഏതൊക്കെ നമ്പേഴ്സ് ആണ്? 3 ഇതിന്റെ നമ്പർ ആണോ? ഇനി 4 ഇതിലെ നമ്പർ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പൊ അതിനായി നമ്മൾ നേരത്തെ ചെയ്തോണ്ട് മൈനസ് ചെയ്ത് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. 1, 1/2 മൈനസ് 3/4. ഇതെന്താണ്? 1.5 മൈനസ് 3/4 ആണ് അല്ലെ? അപ്പൊ 1.5 മൈനസ് 3/4 എന്ന് പറഞ്ഞാൽ എന്താ? 3/4 തന്നെയാണ്, നമുക്കറിയാം അല്ലെ? 3/4 ചേർന്നതാണ് 1.5. ഇതന്നെ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം ഇത് എന്താണ്? മിക്സഡ് ഫ്രാക്ഷൻ ആണ്. മിക്സഡ് ഫ്രാക്ഷനെ നമുക്ക് എന്താക്കാം? ഇതുപോലെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കാം. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കുമ്പോൾ എത്ര കിട്ടും? ഇത് 3/4 തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ ഇനി അതല്ലാത്ത നമ്പേഴ്സ് വരുമ്പോൾ നമ്മൾ എങ്ങനെയും ചെയ്യണമെന്ന് നോക്കാം. അപ്പൊ നമുക്ക് നോക്കാം എൽസിഎം കണ്ടിട്ട് എങ്ങനെയാണ് ഇംപ്രോപ്പർ ചെയ്യുന്നത്. അപ്പൊ 3/4 തന്നെയാണ് നമുക്ക് കിട്ടേണ്ടത്. നോക്കാം. അപ്പൊ ഇതിൽ ഫസ്റ്റ് ഈ മിക്സഡ് ഫ്രാക്ഷനെ എന്താക്കണം? ഇതുപോലത്തെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കണം. അതിനായിട്ട് എന്ത് ചെയ്യണം? 2 1s are 2. 2 plus 1 3. 3/2 മൈനസ് 3/4. ഇനി ഇതിൽ ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ എന്താണ്? ഡിഫറെന്റ് ആണ്. ഇതിന്റെ രണ്ടിന്റെയും ഡിനോമിനേറ്റർ ഡിഫറെന്റ്. ന്യൂമറേറ്റർ അല്ല, ഡിനോമിനേറ്റർ ആണ് നമ്മൾ നോക്കേണ്ടത്. താഴെയുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ഇതില് ഡിനോമിനേറ്റർ സെയിം ആയാൽ മാത്രമേ നമ്മൾ ഇത് പ്ലസോ മൈനസോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഡിനോമിനേറ്റർ സെയിം ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എൽസിഎം കാണാം. എൽസിഎം എത്രയാണ്? 2ന്റെയും 4ന്റെയും എൽസിഎം കാണാം. രണ്ടും 2ൽ പോകും. 1 ടൈം, 4ൽ 2 ടൈം, again 2, 1, 1. അപ്പൊ എൽസിഎം എത്രയാണ്? 2 into 2, 4. അപ്പൊ എൽസിഎം കാണുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡിനോമിനേറ്റർ സെയിം അല്ലെങ്കിൽ നമ്മൾ ആ എല്ലാ ഡിനോമിനേറ്ററും ഈ എൽസിഎം ആക്കി മാറ്റണം. ഇവിടെ എൽസിഎം 4 ആയതിനാൽ നമ്മൾ രണ്ട് സ്ഥലത്തും 4 ആക്കി മാറ്റണം. ഇവിടെ ഓൾറെഡി 4 ഉള്ളത് കൊണ്ടിട്ട് ഇവിടെ വിഷയമില്ല. പക്ഷെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ഈ 2നെ 4 ആക്കണം. ഈ 2നെ 4 ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? 2നോട് 2 ഇൻറ്റു ചെയ്താൽ മതി അല്ലെ? അപ്പൊ നമ്മൾ വെറുതെ അങ്ങോട്ട് 2 ഇൻറ്റു ചെയ്യാൻ പറ്റില്ല. നമ്മൾ എന്താണോ താഴത്ത് ചെയ്യുന്നത് അത് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? മേളിലും ചെയ്യണം. താഴത്ത് 2 വെച്ച് ഇൻറ്റു ചെയ്തപ്പോൾ മേളിലും 2 വെച്ച് ഇൻറ്റു ചെയ്യണം. അപ്പൊ ഇവിടെ എത്ര കിട്ടും? 3 2s are 6/4 മൈനസ് 3/4 അല്ലെ? ഇപ്പൊ രണ്ട് ഡിനോമിനേറ്റർ സെയിം ആയി. 4 6 മൈനസ് 3 3. അപ്പൊ നമുക്ക് ഇവിടെ എത്ര കിട്ടി? 3/4. അപ്പൊ കോമൺ ഡിഫറൻസ് നമുക്ക് എത്രയാണ് കിട്ടിയത്? 3/4 ആണ് നമുക്ക് കിട്ടിയത്. അപ്പൊ ഇങ്ങനെയാണ് എൽസിഎം യൂസ് ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇനി കോമൺ ഡിഫറൻസ് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 3ന്ന് 3/4ലോട്ടുള്ള നമ്പേഴ്സ് ഒക്കെ ഉണ്ടെന്ന് നോക്കാം. 3 മൈനസ് 3/4 എത്ര കിട്ടും? 3 4s are 12. 12 മൈനസ് 3 9. 9/4 കിട്ടും. ഇനി 9/4ല് ഇനി അടുത്തത് നമുക്ക് എന്ത് ചെയ്യാം? 9/4ൽ എത്ര 3/4 ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യാം? 9/4 ഡിവൈഡഡ് ബൈ 3/4 ചെയ്യാം. അപ്പൊ 9/4 ഡിവൈഡഡ് ബൈ 3/4. ഇതിൽ എന്താ ചെയ്യാം? നമ്മള് ഡിവൈഡിനെ ഇൻറ്റു ആക്കി മാറ്റുക. അപ്പൊ 9/4 ഇൻറ്റു 3 ഇൻറ്റു ഇതിന്റെ റെസിപ്രോക്കലാണ് 4/3. 4ഉം 4ഉം കട്ട് ചെയ്ത് പോയി. 9ഉം 3ഉം കട്ട് ചെയ്ത് പോയി. 3ൽ 1 ടൈം, 9ൽ 3 ടൈം. അപ്പോൾ ഇവിടെ ബാക്കി എത്ര കിട്ടി? 3/1 which is 3 അല്ലെ? 3 കിട്ടി. നമുക്ക് റിമൈൻഡർ ഒന്നുമില്ല. 3 കിട്ടി. എക്സാക്ട് ഡിവിഷൻ ആണ്. ഓക്കെ. അപ്പൊ നമുക്ക് പറയാം 3 എന്ന് പറയുന്നത് ഇതിലൊരു ടേം ആണ്. ഇതിൽ എത്ര ഏത് ടേം ആണ് 3 എന്ന് പറയുന്നത്?
3 ഡിവിഷൻ കഴിഞ്ഞിട്ടുള്ള 4ാമത്തെ ടേം ആണ് എന്ത് 3 എന്ന് പറയുന്നത്. അപ്പൊ 3യുടെ പൊസിഷൻ എത്രയാണ്? 4th ആണ്. ഇനി അടുത്തത് നമുക്ക് 4 ഈ സീരീസിലെ നമ്പർ ആണോ എന്ന് നോക്കാം. നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടിയിട്ടുണ്ട്. എത്രയാണ്? 3/4 ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം? 4ന്ന് 3/4 ഈ ഫസ്റ്റ് ടേം മൈനസ് ചെയ്യാം. അപ്പൊ എത്രയാണ്? 4 4s 16. 16 - 3 13/4. ഇനി എന്ത് ചെയ്യാം? ഈ 13/4 എത്ര 3/4 ഉണ്ടെന്ന് നോക്കാം. 13/4 divided by 3/4 which is equal to 13/4 into 4/3. 4 കട്ട് ചെയ്ത് ഇത് രണ്ടും കട്ട് ചെയ്യാൻ പറ്റില്ല. ബാക്കി എത്ര? 13/3. അതായത് ഇതിലെന്താണ്? റിമൈൻഡർ വരും. കട്ട് ചെയ്ത് പോയില്ല. റിമൈൻഡർ 0 അല്ല. അപ്പൊ നമുക്ക് പറയാം 4 is not the term of this series. 4 ഈ സീരീസിൽ ഒരു ടേം അല്ല. അപ്പോ ഇതുപോലെ ഒരു നമ്പർ സീക്വൻസിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാം? നമ്പർ ഫസ്റ്റ് ടേം ഡിവൈഡ് ബൈ കോമൺ ഡിഫറൻസ് എക്സാക്ട് ഇന്റിജർ ആണോ എന്ന് നോക്കിയാൽ മാത്രം മതി. എക്സാക്ട് ഇന്റിജർ ആണെങ്കിൽ അത് ടേം ആണ്, അല്ലെങ്കിൽ അത് ടേം അല്ല. ഇതില് 3ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? In the table above, find the position of numbers that are the terms of respective sequences. അതായത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത് തന്നെയാണ്. ഇതിലെ പൊസിഷൻസ് നമ്പേഴ്സ് ഏത് പൊസിഷൻസിലാണെന്ന് കണ്ടുപിടിക്കാനായിട്ടാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അതിൽ നമ്മൾ ആദ്യമേ തന്നെ കണ്ടുപിടിച്ചു. ഫസ്റ്റ് സീക്വൻസിൽ 132 ആണ് അതില് ഒരു ടേം. അത് എത്രാമത്തെ ടേം ആണ്? 12ാമത്തെ ടേം ആണ്. രണ്ടാമത്തെ സീരീസിൽ ഏതാണ് നമ്മൾ കണ്ടുപിടിച്ചത്? 100 ആണ് അല്ലെ? 100 അതിലൊരു ടേം ആണ്. എത്രാമത്തെ ടേം ആണ്? 9th ടേം ആണ്. 9ാമത്തെ ടേം ആണ്. തേർഡ് സീക്വൻസില് 1000 എത്രാമത്തെ ടേം ആണ്? 90th ടേം ആണ്. 90ാമത്തെ ടേം ആണ്. പിന്നെ അതുപോലെ തന്നെ 3 എന്ന് പറയുന്നത് എത്രാമത്തെ ടേം ആണ്? അടുത്തതില് 12ാമത്തെ ടേം. 4 16ാമത്തെ ടേം. അതിനുശേഷം 3 4th ടേം. ഇത്രയുമാണ് നമ്മൾ കണ്ടുപിടിച്ചത്.